ഇന്ത്യൻ സൈന്യത്തിന്റെ ചീറ്റ ഹെലികോപ്റ്റർ തകർന്നു വീണ് 3 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ലഡാക്കിലെ ലേക്കിന് സമീപം ടാങ്സ്റ്റേ പർവ്വതനിരകളിലായിരുന്നു അപകടം നടന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 3 പേരും നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടതായി സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ലഫ്റ്റനന്റ്, ഒരു കേണൽ, ഒരു മേജർ എന്നിവരാണ് സിംഗിൾ എഞ്ചിൻ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. 3ാം ഇൻഫൻട്രി ഡിവിഷനിലെ മുതിർന്ന ഓഫീസർമാരാണ് ഇവർ. അപകട വിവരം വളരെ വൈകിയാണ് പുറത്തേക്ക് വന്നത്. പ്രതികൂല കാലാവസ്ഥയും ദുഷ്കരമായ ഭൂപ്രകൃതിയും നിറഞ്ഞ മേഖലയിലാണ് ഹെലികോപ്റ്റർ പൂർണ്ണമായി തകർന്നു വീണത്. അത്ഭുതകരമായാണ് വൻ ദുരന്തത്തിൽ നിന്ന് ഈ 3 ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത്. ഹെലികോപ്റ്റർ പൂർണ്ണമായി ഉപയോഗശൂന്യമായിട്ടുണ്ട്. അപകട കാരണം കണ്ടെത്താൻ സൈന്യം ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലപ്പഴക്കം ചെന്ന ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നതിലെ സുരക്ഷാ വെല്ലുവിളികൾ ഈ അപകടം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപകടത്തിന്റെ ഒരു പ്രധാന കാരണം പഴക്കം ചെന്ന ഹെലികോപ്റ്റർ ആണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ലഡാക്ക്, സിയാച്ചിൻ തുടങ്ങിയ അതിശൈത്യവും വെല്ലുവിളികളും നിറഞ്ഞ മേഖലകളിൽ സായുധ സേന പ്രധാനമായും ഉപയോഗിക്കുന്നത് ചീറ്റ, ചേതക് ഹെലികോപ്റ്ററുകളാണ്. നിരീക്ഷണം, അതോടൊപ്പം തന്നെ സൈനികർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കൽ, അടിയന്തര രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കാണ് ഈ ഹെലികോപ്റ്ററുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. എന്നാൽ ദീർഘകാലമായി ഉപയോഗിക്കുന്നതും അതോടൊപ്പം തന്നെ ഇവയുടെ കാലപ്പഴക്കം വലിയ സുരക്ഷാ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന ബിപിൻ റാവത്തും ഇതേ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത്. ഇതിനോടകം തന്നെ നിരവധി തവണ സമാനമായ അപകടങ്ങൾ ഉന്നത താവളങ്ങൾക്ക് സമീപം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പഴയ സാങ്കേതിക വിദ്യ ആയതിനാൽ അറ്റകുറ്റപ്പണികളും അതോടൊപ്പം തന്നെ സ്പെയർ പാർട്സിൽ ലഭ്യമാകുന്നതിലുണ്ടാകുന്ന കാലതാമസവും വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ കാലപ്പഴക്കം ചെന്ന ഹെലികോപ്റ്ററുകൾ എത്രയും വേഗം ഒഴിവാക്കണമെന്ന് സേന ഏറെ കാലമായി ആവശ്യപ്പെടുകയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ പൈലറ്റുമാരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സായുധ സേനയ്ക്കായി 625 ചീറ്റ, ചേതക് ഹെലികോപ്റ്ററുകളാണ് ഇതുവരെ നൽകിയത്. എന്നാൽ ഇവയുടെ നിർമ്മാണം നിലവിൽ HAL നിർത്തിവച്ചിരിക്കുകയാണ്. പകരം സംവിധാനങ്ങൾ വൈകുന്നത് വ്യോമയാന വിഭാഗത്തിന് കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തിലും പറക്കാൻ ശേഷിയുള്ള പുതിയ ഹെലികോപ്റ്ററുകൾ സേനയ്ക്ക് അനിവാര്യമാണ്. ആർമി ഏവിയേഷൻ കോർപ്സിന്റെ നവീകരണത്തിന്റെ ഭാഗമായി പഴയ ഹെലികോപ്റ്ററുകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ പ്രതിരോധ മന്ത്രാലയം പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 1-2 വർഷത്തിനുള്ളിൽ പുതിയ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് പഴയവ ഘട്ടം ഘട്ടമായി മാറ്റി സ്ഥാപിക്കാനാണ് കരസേനയുടെ തീരുമാനം. 8 മുതൽ 10 വർഷത്തിനുള്ളിൽ രാജ്യത്തെ പഴയ ഹെലികോപ്റ്ററുകൾ പൂർണ്ണമായും ഒഴിവാക്കി നവീകരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പ്രവർത്തന ആവശ്യങ്ങൾ വേഗത്തിൽ നിറവേറ്റാൻ സേനയ്ക്ക് സ്വന്തമായി 250 പുതിയ ഹെലികോപ്റ്ററുകൾ കൂടി ആവശ്യമാണ്. നവീകരണത്തിനായി ദ്വിമുഖ തന്ത്രമാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ സ്വീകരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തത്കാലം ആഭ്യന്തര വിപണിയിൽ നിന്നും ഹെലികോപ്റ്ററുകൾ വാടകയ്ക്കെടുക്കുന്നവയിൽ ആധുനിക സജ്ജീകരണങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുമെന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനോടൊപ്പം തന്നെ പ്രാദേശികമായി നിർമ്മിച്ച ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകളുടെ വിതരണം വേഗത്തിലാക്കാനും നടപടികൾ പുരോഗമിക്കുകയാണ്. തദ്ദേശീയമായി കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് വിപുലമായ മാറ്റങ്ങൾക്ക് സൈന്യം ഇപ്പോൾ ഒരുങ്ങുന്നത്. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള പുതിയ ഹെലികോപ്റ്ററുകൾ ലഭ്യമാക്കുന്നതോടെ അതിർത്തികളിലെ സൈനികരുടെ സുരക്ഷ കൂടുതൽ ശക്തമാകും.